നമസ്കാരം. പരീക്ഷയുടെ തയ്യാറെടുപ്പിൽ മുഴുകിയിരിക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കൊരുമിച്ച് അടുത്ത കുറച്ച് മിനിറ്റുകൾ ചിലവഴിക്കാം. ഈ സമയം കൊണ്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ചധികം മാർക്കുകൾ നമുക്കുറപ്പിക്കാം. മാർച്ച് 20, 21, 22 ഈ 3 ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമുക്ക് അടിപൊളിയായി പഠിച്ചെടുക്കാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഈ 3 ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 10ഓളം ചോദ്യങ്ങൾക്ക് വരെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചേക്കും. അയ്യോ, ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ഓർത്തിരിക്കുമെന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട. വളരെ സിമ്പിളായി ഒരു കഥ കേൾക്കുന്ന പോലെ നമുക്കിത് പഠിക്കാം. ഞാൻ റെഡിയാണേ, നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. നമ്മൾ ഈ ഒരു ഓർഡറിൽ അങ്ങ് പോകും. ആദ്യം തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കും. പിന്നെ നമ്മുടെ രാജ്യത്ത് നടന്ന പ്രധാന സംഭവങ്ങൾ, ലോകവാർത്തകൾ, കൂട്ടത്തിൽ നമ്മുടെ സ്വന്തം നാട്ടിലെ ഒരു കിടിലൻ കണ്ടെത്തലും. ഏറ്റവും അവസാനം പഠിച്ചതെല്ലാം ഒന്നുകൂടി ഓടിച്ചു നോക്കി ഒരു ചെറിയ ടെസ്റ്റും. ഈ രീതിയിൽ പോയാൽ ഒരൊറ്റ പോയിന്റ് പോലും മറന്നുപോകില്ല, അതെന്റെ ഉറപ്പാണ്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മുടെ ആദ്യത്തെ സെക്ഷൻ, മാർച്ചിലെ പ്രധാന ദിനങ്ങൾ. നിങ്ങൾ ഏതൊരു PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ എടുത്തു നോക്കിയാലും ഈ ഏരിയയിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പറയുന്ന ഓരോ കാര്യവും ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. മാർച്ച് 20 ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ്, അതായത് അന്താരാഷ്ട്ര സന്തോഷദിനം. സന്തോഷത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുള്ള ഒരു ദിവസം. പക്ഷേ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം എന്നതിലുപരി ഈ ദിവസം പുറത്തിറങ്ങുന്ന ഒരു ലോകപ്രശസ്തമായ റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. അതാണ് നമ്മുടെ പോയിന്റ്. ഈ നമ്പർ 118 ഇതങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ചോളൂ. ഏറ്റവും പുതിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്കാണ് 118. വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണിത്. എന്താണ് ഈ 118 കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ വിശദമായിട്ട് നോക്കാം. കണ്ടില്ലേ, കഴിഞ്ഞ വർഷം നമ്മുടെ സ്ഥാനം 126 ആയിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ 118ലേക്ക് ഒരു ജാട്ടം ചാടിയിരിക്കുന്നത്. അതായത് 8 സ്ഥാനങ്ങൾ മുന്നോട്ട്. ഇതൊരു നല്ല പുരോഗതി തന്നെയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർത്തുവെക്കണം. ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതാണെന്നറിയുമോ? തുടർച്ചയായി 9ാം തവണയും ആ സ്ഥാനം ഫിൻലൻഡിനാണ്. അടുത്തത് മാർച്ച് 21, ലോക വനദിനം. കാടുകളെയും മരങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ള ദിവസം. ഈ ദിനത്തിന്റെ പ്രമേയം, അതായത് തീം, പരീക്ഷയ്ക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഇതാണ് ഈ വർഷത്തെ പ്രമേയം: ഫോറസ്റ്റ്സ് ആൻഡ് ഇന്നൊവേഷൻ, ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ്. മലയാളത്തിൽ ഓർത്തുവെക്കാൻ വളരെ എളുപ്പമാണ്. വനങ്ങളും നവീനതയും. ഈ 2 വാക്കുകൾ ഓർത്തുവെച്ചാൽ മതി. അതുപോലെ മാർച്ച് 21 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അന്ന് ലോക ഡൗൺ സിൻഡ്രോം ദിനം കൂടിയായി ആചരിക്കുന്നുണ്ട്. അതും മനസ്സിലുണ്ടാവണം. മാർച്ച് 22, ലോക ജലദിനം. ഓരോ തുള്ളി വെള്ളവും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു ദിവസം. ഇതിന് വലിയൊരു ആഗോള പ്രാധാന്യമുണ്ട്. യുണൈറ്റഡ് നേഷൻസിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 6ാമത്തേത്, അതായത് SDG 6, എല്ലാവർക്കും ശുദ്ധജലവും ശുചിത്വവും ഉറപ്പാക്കുക എന്നതാണ്. ആ ഒരു വലിയ ലക്ഷ്യവുമായി ഈ ദിനത്തിന് നേരിട്ട് ബന്ധമുണ്ട്. ഈ വർഷത്തെ പ്രമേയം കുറച്ചുകൂടി ആഴത്തിലുള്ള ഒന്നാണ്: വാട്ടർ ഫോർ പീസ്. മലയാളത്തിൽ പറഞ്ഞാൽ സമാധാനത്തിനായി ജലം. നമുക്കറിയാമല്ലോ, പല രാജ്യങ്ങൾക്കിടയിലും വെള്ളത്തിനു വേണ്ടി വലിയ തർക്കങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ജലത്തെ ഒരു തർക്കവിഷയമാക്കാതെ സമാധാനത്തിനും സഹകരണത്തിനുമുള്ളൊരു കാരണമായി എങ്ങനെ മാറ്റാം എന്നതാണ് ഈ പ്രമേയം നമ്മളോട് പറയുന്നത്. ഉപന്യാസം പോലെയുള്ളവയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു വിഷയം കൂടിയാണിത്. ഓക്കേ, അപ്പോ പ്രധാനപ്പെട്ട ദിവസങ്ങളും അവയുടെ തീമുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തെ ചില പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. ഇവിടെ പറയുന്ന ഓരോ പോയിന്റും ഓരോ ചോദ്യമായി മാറാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക. പരിചയപ്പെട്ടോളൂ. ഇന്ത്യയുടെ പുതിയ യുദ്ധക്കപ്പലാണ് INS താരാഗിരി. ഞാനിതിനെ ഒരു പ്രേതക്കപ്പൽ എന്നാണ് തമാശയ്ക്ക് പറയാറ്. കാരണമെന്താണെന്നോ? ശത്രുക്കളുടെ റഡാറിലോ സോണാറിലോ ഇൻഫ്രാറെഡ് ക്യാമറയിലോ ഒന്നും പെടാതെ ഒരു പ്രേതത്തെപ്പോലെ നിശ്ശബ്ദമായി, അദൃശ്യമായി നീങ്ങാൻ ഇതിന് സാധിക്കും. ഈ ഒരു സൂപ്പർ പവറിനെയാണ് നമ്മൾ സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറയുന്നത്. ഈ കപ്പലിനെക്കുറിച്ച് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. ശ്രദ്ധിക്കണേ, ഇത് നിർമ്മിച്ചതാരാണ്? മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്. ഈ പേര് മറക്കരുത്. എവിടെ വെച്ചാണിത് കമ്മീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വിശാഖപട്ടണം. ഈ സ്ഥലപ്പേരും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ 1980 മുതൽ 2013 വരെ സേവനത്തിലുണ്ടായിരുന്ന പഴയ താരാഗിരിയുടെ പിൻഗാമിയായാണ് ഈ പുതിയ കപ്പൽ വരുന്നത്.
ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. ഈ സമയത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമലംഘനങ്ങൾ, അതായത് വോട്ടിനു വേണ്ടി പണം കൊടുക്കുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്, അങ്ങനെ എന്തുമാവട്ടെ, അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന്റെ ഫോട്ടോയോ വീഡിയോയോ എടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് അറിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സി വിജിൽ. ചുരുക്കി പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കാൻ നമ്മളെ ഓരോരുത്തരെയും കാവൽക്കാരാക്കുന്ന ഒരു സൂപ്പർ ആപ്പ്. ഇനി നമ്മൾ അവസാനത്തെ വാർത്താ വിഭാഗത്തിലേക്ക് കടക്കുകയാണ്. വടക്ക് ഹിമാലയത്തിലെ ഒരു പ്രധാന അന്താരാഷ്ട്ര വാർത്തയും തെക്ക് നമ്മുടെ സ്വന്തം പശ്ചിമഘട്ടത്തിലെ ഒരു വലിയ ശാസ്ത്രീയ കണ്ടെത്തലുമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. രണ്ടും പരീക്ഷയ്ക്ക് ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ആ പ്രധാനപ്പെട്ട വാർത്ത. ഏകദേശം 5 വർഷത്തോളം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ലിപുലേഖ് ചുരം വഴി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി വ്യാപാരം വീണ്ടും തുടങ്ങിയിരിക്കുന്നു. 2019 കോവിഡ് മഹാമാരിയെ തുടർന്നായിരുന്നു ഈ പാത അടച്ചിട്ടിരുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം, ആർക്കെങ്കിലും അറിയാമോ ഈ ലിപുലേഖ് ചുരം ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്? ഇന്ത്യയുടെ ഭൂപടം ഒന്ന് മനസ്സിലോർത്തു നോക്കൂ. പർവ്വതങ്ങളും ചുരങ്ങളുമൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്ന ഒരു ഭാഗമാണ്. ഓർമ്മയുണ്ടോ? ഉത്തരം ഇതാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ പിത്തോരഗഡ് ജില്ലയിലാണ് ലിപുലേഖ് ചുരം സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഉറപ്പായും നോട്ട് ചെയ്തു വെച്ചോളൂ. ഉത്തരാഖണ്ഡ്, പിത്തോരഗഡ്, ലിപുലേഖ്, ഈ 3 വാക്കുകളും ഒരുമിച്ച് ഓർത്തുവെക്കുക. ഹിമാലയത്തിലെ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് വളരെ പ്രാധാന്യമുള്ളൊരു കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ശാസ്ത്രലോകം മുഴുവൻ ഏറെ കൗതുകത്തോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. നമ്മുടെ അഗസ്ത്യമല നിരകളിൽ നിന്ന് പുതിയ ഒരിനം തവളയെ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ ശാസ്ത്രീയ നാമമാണ് നിക്റ്റിബെട്രാക്കസ് അഗസ്ത്യ. ആ അഗസ്ത്യ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സ്ഥലം ഓർക്കാൻ എളുപ്പമാണല്ലോ. കേരള PSC പരീക്ഷകൾക്ക് പശ്ചിമഘട്ടത്തിലെ ജൈവവൈവിധ്യവും പുതിയ കണ്ടെത്തലുകളും എപ്പോഴും ഇഷ്ടവിഷയങ്ങളാണ്. അതുകൊണ്ട് ഈ പേര് മറക്കരുത്. കൊള്ളാം, നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലങ്ങ് ഉറപ്പിക്കാനുള്ള സമയം. റെഡിയല്ലേ? നമുക്കൊരുമിച്ച് ഒന്നുകൂടി ഓർത്തെടുക്കാം. ഞാൻ പറയുമ്പോ എന്റെ കൂടെ മനസ്സിൽ പറഞ്ഞു നോക്കണേ. റെഡി, സ്റ്റാർട്ട്. ഇന്ത്യയുടെ സന്തോഷ റാങ്ക് 118. ലോക ജലദിന പ്രമേയം സമാധാനത്തിനായി ജലം. ഇന്ത്യയുടെ പ്രേതക്കപ്പൽ ഏതാണ്? INS താരാഗിരി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിന്റെ പേര് സി വിജിൽ. അഗസ്ത്യമലയിലെ പുതിയ തവള നിക്റ്റിബെട്രാക്കസ് അഗസ്ത്യ. എല്ലാം കിട്ടിയല്ലോ അല്ലേ? ഇനി നിങ്ങൾക്കുള്ള ചോദ്യം. ഉത്തരം മനസ്സിൽ വേഗം പറഞ്ഞു നോക്കൂ. മസഗോൺ ഡോഗ് നിർമ്മിച്ച ആ അദൃശ്യനായ പോരാളിയുടെ പേരെന്താണ്? കുറച്ചു സമയം തരാം. കിട്ടിയോ? കിട്ടിക്കാണും. അതെ, ഉത്തരം INS താരാഗിരി. അപ്പോൾ നമ്മളിന്ന് ലോക സന്തോഷ റിപ്പോർട്ട് മുതൽ നമ്മുടെ നാട്ടിലെ ഒരു കുഞ്ഞൻ തവളയുടെ കണ്ടെത്തൽ വരെ ഒരുമിച്ച് പഠിച്ചു. ഓരോ ദിവസത്തെയും പത്രത്താളുകളിലും ഒളിഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് വിലപ്പെട്ട അറിവുകളാണ്. നിരന്തരമായി പഠിക്കുക, അറിവ് നേടുക, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുക. അടുത്ത വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.